വൈശാഖ മാസത്തിൽ കൊട്ടിയൂരിലെത്തുന്ന ഭക്തരെ സ്വാഗതം ചെയ്യാനായി വഴിക്കിരുവശവുമായി തൂക്കിയിട്ടിരിക്കുന്ന മനോഹരമായ ഓടപ്പൂക്കൾ. വയനാടൻ മലനിരകളിൽ നിന്നാണ് ഓടപ്പൂവിനു വേണ്ട ഈറ്റ ശേഖരിക്കുന്നത്. വനം വകുപ്പ് നൽകുന്ന പ്രത്യേക അനുമതിയോടെയാണ് ഈറ്റ വെട്ടുന്നതും. ഓട വിലയ്ക്ക് മേടിച്ച് പരമ്പരാഗതമായി ഇതുണ്ടാക്കുന്നവർ വ്രതശുദ്ധിയോടെ വീട്ടിലിരുന്ന് ഇതുണ്ടാക്കുന്നു. പല പാകത്തിലായി മുറിച്ചെടുത്ത ഓട കഷ്ണങ്ങൾ വെള്ളത്തിലിട്ടതിന് ശേഷം ചതച്ചെടുക്കുന്നു. പിന്നീട് കമ്പിച്ചീർപ്പ് കൊണ്ട് ചീകിയെടുത്ത് ഭംഗിയാക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ മഞ്ഞ കളർ കളയാനായി വീണ്ടും വെള്ളത്തിലിട്ട് വെച്ച് പിന്നീട് ഉണക്കിയെടുത്ത് പ്രസാദമാകുന്ന ഓടപ്പൂവാകുന്നു. ഇത് കൊട്ടിയൂരിൽ മാത്രം കിട്ടുന്ന കൊട്ടിയൂരിൻ്റെ സ്വന്തം ഓടപ്പൂക്കൾ. കൊട്ടിയൂരിൽ തൊഴുതുമടങ്ങുന്നവർ നിർബന്ധമായി വാങ്ങുന്ന ഒന്ന് തന്നെയാണ് ഓടപ്പൂവ്. കാരണം ഇത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. ഇനി ഓടപ്പൂവിൻ്റെ ഐതിഹ്യകഥ ഒന്നുകൂടി ഓർക്കുകയാണ്. പരമശിവന്റെ ഭാര്യ സതീദേവിയുടെ പിതാവായ ദക്ഷൻ പ്രജാപതിമാരുമായുള്ള കൂടിയാലോചനയ്ക്ക് എത്തിയ സമയത്ത് മുനിമാരും ദേവന്മാരും എഴുന്നേറ്റ് നിന്ന് ദക്ഷനെ വണങ്ങി. എന്നാൽ പരമശിവൻ ഇരുന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. ഇതിൽ കോപാകുലനായ ദക്ഷൻ സദസ്സിൽ വെച്ച് ശിവനെ നിന്ദിച്ചു. ദേവന്മാരോടൊപ്പം യാഗപ്രസാദം കഴിക്കുന്നതിൽ നിന്ന് ദക്ഷൻ ശിവനെ വിലക്കി. ഈ സമയത്ത് ശിവഭഗവാൻ ദക്ഷനെ ശപിച്ചു. ഭഗവത് മഹത്വം അറിയാത്ത ദക്ഷൻ ആടിൻ്റെ മുഖമായി നടക്കാൻ ഇടവരട്ടെ എന്നായിരുന്നു ശാപം. ദക്ഷൻ തൻ്റെ ശാപമുക്തിക്ക് വേണ്ടി യാഗം ആരംഭിച്ചു. ലോകത്തെ മഹാത്മാക്കളെ എല്ലാവരെയും ക്ഷണിച്ചു. ഇത് കേട്ടറിഞ്ഞ ദക്ഷപുത്രി ശിവനോട് തന്നെയും കൂട്ടി യാഗത്തിന് പോവാൻ അപേക്ഷിച്ചു. എന്നാൽ പരമശിവൻ മിണ്ടിയില്ല. യാഗത്തിന് പോകരുതെന്ന് പലതവണ പരമശിവൻ പറഞ്ഞെങ്കിലും ദക്ഷപുത്രി അതനുസരിക്കാതെ യാഗത്തിന് പുറപ്പെട്ടു. യാഗശാലയിലെത്തിയ സതിയെ ദക്ഷൻ ഗൗനിച്ചില്ല. അച്ഛൻ്റെ അപമാനം സതി സഹിച്ചെങ്കിലും ഹോമം കഴിഞ്ഞതിൽ നിന്നുള്ള ദ്രവ്യത്തിൻ്റെ ഒരു അംശം പോലും തൻ്റെ ഭർത്താവിന് നീക്കിവയ്ക്കാത്തതിൽ സതി അതീവ കോപിഷ്ഠയായി. അങ്ങയുടെ പുത്രിയായതിൽ ലജ്ജിക്കുന്നു, അതിനാൽ ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കുന്നു എന്നും പറഞ്ഞ് യക്ഷൻ്റെ യാഗാഗ്നിയിൽ ശരീരം ഹോമിക്കുന്നു. സതി ദേഹത്യാഗം ചെയ്തുവെന്നറിഞ്ഞ ശിവൻ കോപത്തോടെ തൻ്റെ ജട നിലത്തടിച്ചു. അതിൽ നിന്ന് ഉഗ്രരൂപിയായ വീരഭദ്രൻ പ്രത്യക്ഷപ്പെടുകയും യജ്ഞശാല പാടെ തകർക്കുകയും ചെയ്തു. ഒടുവിൽ യജ്ഞാചാര്യൻ ഭൃഗുമുനിയുടെ താടി പറിച്ചെടുത്ത് എറിഞ്ഞു. ബാവലിപ്പുഴയ്ക്കക്കരെ കൊട്ടിയൂരിലെ തിരുവൻചിറയിലാണത്രേ താടി ചെന്നു പതിച്ചത്. അങ്ങനെ യാഗത്തിൻ്റെ സ്മരണയ്ക്കും ഭൃഗുമുനിയുടെ താടിയാണെന്ന് സങ്കല്പിച്ചുമാണ് ഭക്തജനങ്ങൾ ഭക്തിപൂർവം ഓടപ്പൂക്കൾ കൊണ്ടുപോകുന്നത്.